നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ദൈവീകമാർന്ന മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. അതിന് കാരണം വൈകുണ്ഠനാഥനായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ മഹാലക്ഷ്മി സമേതനായി വൈകുണ്ഠം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളുടെ കൂടെ താമസിക്കുന്ന, നമ്മളുടെ കൂടെ വസിക്കുന്ന മാസമാണ് ഈ വൈശാഖ മാസം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നമ്മളോടൊപ്പം ഭഗവാൻ വന്ന് കഴിയുന്ന മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വൈശാഖ മാസത്തിൽ ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് അത് നമുക്ക് ദൈവകൃപ കൊണ്ടുവരും, നമ്മളുടെ ജീവിതത്തിൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം കൊണ്ടുവരും, അത് നമുക്ക് ഐശ്വര്യമായി തീരും എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട്ടിൽ ചില ചെടികൾ നടുക എന്ന് പറയുന്നത്. ചില പുണ്യ ചെടികൾ നമ്മളുടെ വീട്ടിൽ ഈ വൈശാഖ മാസം തീരുന്നതിന് മുമ്പ് നട്ടു വളർത്തുന്നത് ആ വീടിനും വീട്ടിലുള്ളവർക്കും ഐശ്വര്യം ചൊരിയും എന്നുള്ളതാണ്. പുണ്യം ചൊരിയും, ആ വീട് രക്ഷപ്പെടും. ആ ചെടി വളരും പോലെ ആ വീടിൻ്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വളരുകയും ചെയ്യുന്നതാണ്. ഏപ്രിൽ 18 തുടങ്ങിയ വൈശാഖ മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മെയ് 16 വരെയാണ് വൈശാഖ മാസം ഉള്ളത്. മെയ് 16 മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന ഈ 8 ചെടികളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലെല്ലാവരും നട്ടു വളർത്തണേ. ഞാൻ ഈ പറയുന്ന 8 എണ്ണം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതാണ് ഐശ്വര്യമായിട്ട് കൊണ്ടുവന്ന് വീടിൻ്റെ ഞാൻ ഈ പറയുന്ന സ്ഥാനത്ത് വെച്ച് വളർത്താൻ പറ്റുന്നത്. സ്ഥാനം വളരെ പ്രധാനമാട്ടോ. എവിടെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഈ പറയുന്ന 8 വാസ്തു ചെടികൾ, 8 പുണ്യച്ചെടികളിൽ ഒരെണ്ണമെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന കൃത്യമായ സ്ഥാനത്ത് നിങ്ങളൊന്ന് നട്ടു വളർത്തി നോക്കിക്കേ. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. ആ ചെടി വളർന്നു കിട്ടിയാൽ, പുഷ്ടിപ്പെട്ട് കിട്ടിയാൽ, അത് വളരുന്ന പോലെ, അത് തളിരിടുന്ന പോലെ നിങ്ങളുടെ ജീവിതവും അടിമുടി ഐശ്വര്യത്താൽ മാറുന്നതാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞു തരാം ആ 8 ചെടികൾ ഏതൊക്കെയാണ് എന്നുള്ളത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ 8 എണ്ണത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മതി. നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വീടുകളിൽ നിന്നോ ഗൃഹങ്ങളിൽ നിന്നോ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ പുരയിടത്തിൽ, നിങ്ങളുടെ വീട് നിൽക്കുന്ന പറമ്പിൽ നട്ടു വളർത്താൻ പറ്റുമെങ്കിൽ ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിൽ പരമൊരു പുണ്യം വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഈ 8 ചെടികളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും കേട്ടോളൂ, വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു വളർത്തിക്കോളൂ. ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാകുന്ന ഒരു ചെടിയാണ്. അതായത് നെല്ലിമരമാണ് ഒന്നാമത്തേത്. നെല്ലിയുടെ തയ്യ് നിങ്ങൾക്ക് ഏതെങ്കിലും നഴ്സറിയിൽ വാങ്ങാൻ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ എവിടെങ്കിലും നിൽക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നടാൻ പറ്റുമെങ്കിൽ അതിൽ പരമൊരു പുണ്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. മഹാവിഷ്ണു ഭഗവാന്റെ അംശം കലർന്ന ചെടിയാണ് ഈ പറയുന്ന നെല്ലി എന്ന് പറയുന്നത്. നെല്ലി കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത്, തെക്കും കിഴക്കും ചേരുന്ന മൂലയുണ്ടല്ലോ, ആ ഭാഗത്ത് പറമ്പിൽ എവിടെങ്കിലും ആയിട്ട് തെക്കും കിഴക്കും ചേരുന്ന ആ ഒരു കോർണർ ഭാഗം അല്ലെങ്കിൽ മൂലഭാഗം അല്ലെങ്കിൽ ആ ഒരു പുരയുടെ ഭാഗം, ആ ഭാഗത്ത് കൊണ്ടുവന്ന് നടണം കേട്ടോ. ഏറ്റവും ഗംഭീരമായിരിക്കും എന്നാണ് പറയുന്നത്. ഈ നെല്ലിയുടെ ഉത്ഭവം തന്നെ അറിയാവല്ലോ. നെല്ലി എന്ന് പറയുന്നത് ഭഗവാന്റെ കണ്ണുനീരിൽ നിന്ന് ഉത്ഭവിച്ച വൃക്ഷമായിട്ടാണ് പറയുന്നത്. നെല്ലിയുടെ പേരിൽ ഒരു ഏകാദശി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും സത്യമുള്ള മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള അംശമുള്ള ചെടിയാണ് നെല്ലി എന്ന് പറയുന്നത്. നെല്ലി എല്ലാ പറമ്പിലും ഒന്നും വളർന്നു കിട്ടത്തില്ല കേട്ടോ. നെല്ലി ഒരു പറമ്പിൽ വളരണമെന്നുണ്ടെങ്കിൽ ആ വീടിന് ഈശ്വരാധീനം വേണം. ആ വീട്ടിലുള്ളവർ ഈശ്വരനെ നിരക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഈശ്വരാധീനമുള്ള വ്യക്തികളായിരിക്കണം എന്നുള്ളതാണ്. നെല്ലി എല്ലാ പറമ്പിലും വളർന്ന് കിട്ടത്തില്ല. നിങ്ങൾ എത്ര വെച്ചാലും നെല്ലി കിളിച്ച് കിട്ടണമെന്നില്ല. നെല്ലി വളരണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഈശ്വരാധീനം ഉണ്ടാകണം, മഹാവിഷ്ണു അനുഗ്രഹം ഉണ്ടാവണം. ഈ ഒരു വൈശാഖ മാസത്തിൽ നെല്ലി കൊണ്ടുവന്ന് വീട്ടിലോ പറമ്പിലോ വെച്ച് നോക്കൂ, വളർന്ന് കിട്ടും. കാരണം ഭഗവാൻ അവിടെ ഉള്ള സമയമാണ്. ആ ഐശ്വര്യത്താൽ ആ നെല്ലിമരം വളരുന്ന പോലെ ജീവിതത്തിൽ ഐശ്വര്യവും വരുന്നതായിരിക്കും എന്നുള്ളതാണ്. നെല്ലി ഓൾറെഡി ആരുടെയെങ്കിലും വീട്ടിൽ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും വെട്ടിക്കളയരുത് കേട്ടോ. ഏറ്റവും ഗംഭീരമായിട്ട് ഫലം തരുന്ന ഒരു വൃക്ഷമാണ്. നെല്ലി വെട്ടിയാൽ അവിടെ നാശമാണെന്നാണ് പറയുന്നത്. നെല്ലി ഉള്ളവരുണ്ടോ ആരെങ്കിലും ഒക്കെ? വീട്ടിലുള്ള ഈശ്വര ചൈതന്യമുള്ള ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളോ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ.
ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം വീട്ടിൽ നെല്ലി ഇല്ലാത്തവർ ഒരു നെല്ലി തയ്യ് ആദ്യമായിട്ട് ഒന്നാമത്തതായിട്ട് പറയുന്നു വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു വളർത്തു. ഭഗവാന്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാവും. ഈ വൈശാഖമാസം കഴിഞ്ഞാലും സർവം ഗംഭീരമാകും. അപ്പം ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് കർപ്പൂര തുളസിയാണ്. സാധാരണ തുളസിയല്ല, കൃഷ്ണ തുളസി, രാമ തുളസി മാറിപ്പോവരുത്. കർപ്പൂര തുളസി എന്ന് പറയുന്നത് ഈ കാണിച്ചിട്ടുള്ളതാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയും മഹാവിഷ്ണു ഭഗവാനും കുടികൊള്ളുന്ന തുളസിയാണ് കർപ്പൂര തുളസി എന്ന് പറയുന്നത്. ഇതിന് സ്ഥാനമുണ്ട് കേട്ടോ. ഇത് സ്ഥാനത്ത് കൊണ്ടുവന്ന് വളർത്തണം. ഏറ്റവും ഉചിതം എന്ന് പറയുന്ന വീടിന്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത്. ഈ ഭാഗത്ത് കിണറുണ്ട് എന്നുണ്ടെങ്കിൽ ആ കിണറിന്റെ അടുത്ത് വളർത്തുന്നതായിരിക്കും ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. ഏത് വീട്ടിലാണോ കിണറിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ കിണറിന്റെ ചുറ്റും കർപ്പൂര തുളസി നിൽക്കുന്നത്, ആ വീടൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. ആർക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമല്ല, ഇത് ഏറ്റവും സത്യമുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കൂ, വീടിന്റെ കിണറിന്റെ അടുത്ത് ഏതെങ്കിലും വീട്ടിൽ കർപ്പൂര തുളസി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ഉയർച്ച നോക്കിയാൽ മതി, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നാൾക്ക് നാളിലായിരിക്കും ഉയർച്ച എന്ന് പറയുന്ന ഐശ്വര്യം. ആ വീട്ടിലെ സന്തതി പരമ്പരകൾക്ക് ഐശ്വര്യം. ആ വീട്ടിൽ എല്ലാ കാര്യത്തിനും വിജയം വരുന്ന ഒരവസ്ഥ, ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും നീങ്ങുന്ന ഒരവസ്ഥയുണ്ടാവും വീടിന്റെ കിണറിന്റെ അടുത്ത്. ആ കിണർ വടക്ക് കിഴക്ക് ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരം. വടക്കോ കിഴക്കോ നിൽക്കുന്ന കിണറാണെങ്കിൽ ആ കിണറിനോട് ചേർത്ത് കർപ്പൂര തുളസി നട്ടു വളർത്തു. ഗംഭീരമാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാകട്ടോ. മഹാലക്ഷ്മി കുടികൊള്ളുന്ന സകല ദേവീ ദേവന്മാരുടെയും സാന്നിധ്യമുള്ള ചെടിയാണ് വെറ്റില എന്ന് പറയുന്നത്. വീടിന്റെ വടക്ക് ഭാഗത്ത് അടയ്ക്ക അഥവാ കവുങ്ങ് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ കവുങ്ങിനോട് ചേർന്ന് വെറ്റിലക്കൊടി കൊണ്ടുവന്ന് നടണം കേട്ടോ. വീടിന്റെ വടക്ക് ഭാഗത്ത് അടയ്ക്ക മരം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കവുങ്ങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കവുങ്ങ് വെച്ച് പിടിപ്പിക്കുക. ഒരു കവുങ്ങ് നട്ടു വളർത്തുക മനോഹരമായിട്ട്. അതിൻ്റെ അടുത്തൊരു വെറ്റില കൊണ്ടുവന്ന് വെക്കുക. ഇനിയിപ്പോൾ കവുങ്ങും വെറ്റില ഇല്ലാത്തവരാണെങ്കിൽ ഈ മാസം തന്നെ ഒരു ചെറിയ കവുങ്ങും ഒരു വെറ്റിലയും വെക്കുക. വെറ്റിലയ്ക്ക് തൽക്കാലം ഒരു പന്തലോ മറ്റോ ഇട്ട് കൊടുക്കുക. വെറ്റില പടർന്നു കയറട്ടെ, ഏറ്റവും ഐശ്വര്യമാണ്. അതല്ല വടക്ക് ഭാഗത്ത് കവുങ്ങ് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ കവുങ്ങിൻ്റെ ചുവട്ടിൽ ഒരു വെറ്റിലക്കൊടി കൊണ്ടുവന്ന് ഐശ്വര്യമായിട്ട് നട്ടു വളർത്തുക. വളരെ തുച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്ക് നഴ്സറിയിലൊക്കെ വെറ്റിലക്കൊടി വാങ്ങാൻ കിട്ടും. വെറ്റില കൊണ്ടുവന്ന് അത് നട്ടു വളർത്തി അതിനെ പരിപാലിക്കുക. ആ വെറ്റില പടർന്നു കയറി മാനം മുട്ട പോകുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്ന് നിറയും. ജീവിതം ഉയർച്ചയിലേക്ക് പോകുന്നതായിരിക്കും. ഏറ്റവും ശക്തിയുള്ള കാര്യം കേട്ടോ. വല്ലപ്പോഴും ആ വെറ്റിലക്കൊടി അടർത്ത് നമ്മളുടെ വീട്ടിൽ നിലവിളക്ക് വയ്ക്കുമ്പം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിലവിളക്ക് വയ്ക്കുമ്പോൾ ആ നിലവിളക്കിൻ്റെ മുമ്പിൽ മഹാലക്ഷ്മിക്ക് സമർപ്പിച്ച് തൊഴുന്നതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. അപ്പം മൂന്നാമത്തേതെന്ന് പറയുന്നത് വെറ്റിലയും കവുങ്ങുമാണ്. നാലാമത്തേത് എന്ന് പറയുന്നത് കരിമഞ്ഞളാണ്. കരിമഞ്ഞൾ, സാധാരണ മഞ്ഞളല്ല കേട്ടോ, കരിമഞ്ഞൾ. ഈ കരിമഞ്ഞൾ ഞാൻ ഈ പറയുന്ന സ്ഥാനത്തൊന്ന് കൊണ്ടുവന്ന് വളർത്തി നോക്കണേ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, മിക്കവരുടെയും ജീവിതത്തിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കണ്ണേറ്, പ്രാക്ക്, എരിച്ചില്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ദൃഷ്ടിദോഷം, കണ്ണേറ് ദോഷം, നാവ് ദോഷം, ഒക്കെ അയൽദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതെല്ലാം പമ്പ കടക്കാൻ ഒറ്റ മൂലിയാണ് കേട്ടോ. ഒറ്റ മൂലിയാണ് കരിമഞ്ഞൾ എന്ന് പറയുന്നത്. കരിമഞ്ഞൾ കൊണ്ടുവന്ന് വീടിൻ്റെ മുൻവശം വാതിലൊഴിച്ച് ഒന്നുകിൽ വടക്ക് വശം അല്ലെങ്കിൽ കിഴക്ക് വശത്തായിട്ടുള്ള ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മൂല എവിടാണോ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് നട്ടു വളർത്തണം കേട്ടോ. ഇപ്പം വീടിൻ്റെ ദർശനം എങ്ങോട്ട് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിൻ്റെ ഒരു വടക്കേ മൂല അല്ലെങ്കിൽ കിഴക്കേ മൂല ഉണ്ടാവുമല്ലോ, ആ ഭാഗത്ത് കൊണ്ടുപോയി വളർത്തണം. അതിപ്പം വടക്ക് കിഴക്കേ മൂലയായാലും വടക്ക് പടിഞ്ഞാറേ മൂലയായാലും തെക്ക് കിഴക്കേ മൂലയായാലും വടക്ക് കിഴക്കേ മൂല, ഏത് മൂലയായാലും കുഴപ്പമില്ല. വടക്ക് ചേർന്ന് വരുന്ന അല്ലെങ്കിൽ കിഴക്ക് ചേർന്ന് വരുന്ന മൂല എവിടാണോ ഉള്ളത് ആ മൂലയ്ക്ക് കൊണ്ടുവന്ന് ഐശ്വര്യമായിട്ട് കരിമഞ്ഞൾ നട്ടു വളർത്തണം കേട്ടോ. ഈ പാപദോഷങ്ങളെല്ലാം ഒഴിയാനായിട്ട് ഏറ്റവും ഗംഭീരമാണ്. ഭഗവാന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഗംഭീരമാണ്. ഒരുപാട് പേരെൻ്റെ അടുത്ത് വളരെ വിഷമിച്ച് പറയാറുണ്ട്, തിരുമേനി കണ്ണേറ് ദോഷമാണ്, പ്രാക്കും വിളിയുമാണ്, ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും അയൽപക്കത്തു നിന്നുള്ള കണ്ണേറ് ദോഷം, ബന്ധുജനങ്ങളിൽ നിന്നുള്ള കണ്ണേറ് ദോഷം, ഏത് കാര്യം ഒന്ന് വീട്ടിലൊന്ന് ഉറക്ക ചിരിച്ചാൽ പോലും പിറ്റേ ദിവസം വയ്യാതാകുന്ന ഒരവസ്ഥ, കണ്ണേറും പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും കാരണം ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ഒരു ഒറ്റമൂലി പരിഹാരമാണ് ഈ കരിമഞ്ഞൾ എന്ന് പറയുന്നത്. കരിമഞ്ഞൾ കൊണ്ടുവന്ന് ഞാൻ ഈ പറഞ്ഞ മൂലകളിൽ നട്ടു വളർത്തു, ഗംഭീരമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതാണ് നാലാമത്തേത് എന്ന് പറയുന്നത്. അടുത്തത്
അഞ്ചാമത്തേത് എന്ന് പറയുന്നത് മഞ്ഞ അരളിയാണ്. മഹാവിഷ്ണു ഭഗവാന്റെ പൂജയ്ക്ക്, വിഷ്ണു പൂജയ്ക്ക്, നാരായണ പൂജയ്ക്ക്, ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയ്ക്ക്, അവതാര പൂജകൾക്ക് വൈഷ്ണവാദി ക്ഷേത്രങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ഈ മഞ്ഞേരളി പൂവ് എന്ന് പറയുന്നത്. മഞ്ഞേരളി വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തണം കേട്ടോ. വീടിന്റെ മുൻവശത്ത് കിഴക്ക് ഭാഗത്ത് എവിടെങ്കിലും ആയിട്ട് വളർത്തണം, ഏറ്റവും ഗംഭീരമാണ്. കന്നിമൂല ഭാഗത്ത്, ഇതിന് പൊട്ടിക്കുമ്പം പാല് വരുന്ന രീതിയിലുള്ളതാണ് ഈ മഞ്ഞേരളി എന്ന് പറയുന്നത്. ചിത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മളുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് വളർത്തുന്നതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. വീടിന്റെ കന്നിമൂലയ്ക്ക് അല്ലെങ്കിൽ വീടിന്റെ മുൻവശത്ത് വാതിലൊഴിച്ച് കാണുന്ന രീതിയിൽ എവിടെങ്കിലും വളർത്തുന്നതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. മഞ്ഞ അരളി ഭഗവാന്റെ പൂജയ്ക്ക് എല്ലാം ഉപയോഗിക്കുന്ന ഒരു പുഷ്പമാണ്. അപ്പം ഇത് വീട്ടിൽ നിൽക്കുന്നത് തന്നെ, വീട്ടിൽ വളർന്നു കിട്ടുന്ന തന്നെ ഒരു മഹാവിഷ്ണു പ്രീതിയുടെ ലക്ഷണമായിട്ടാണ് ആ മഞ്ഞപ്പൂക്കൾ ആ വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്ന പൂക്കളാക്കി സമൃദ്ധിയുടെ പൂക്കളായി മാറുകയും ചെയ്യുന്നതാണ്. അപ്പം ഇത് വീട്ടിലില്ലാത്തവർ ഇതും നട്ടു വളർത്താവുന്നതാണ്. മറ്റൊന്ന്, ആറാമത്തേത് എന്ന് പറയുന്നത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് കേട്ടോ. ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു വീടായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് മൈലാഞ്ചി ചെടി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം, മൈലാഞ്ചിയിൽ കുടികൊള്ളുന്നത് സാക്ഷാൽ സമ്പത്തിൻ്റെ അധിപയായ, സമ്പത്തിൻ്റെ ദേവതയായ, സമൃദ്ധിയുടെ ദേവതയായ, ഐശ്വര്യത്തിൻ്റെ ദേവതയായ, എല്ലാ നന്മകളും ചൊരിയുന്ന മഹാലക്ഷ്മിയാണ്. നമ്മളുടെ വീട്ടിൽ പ്രത്യക്ഷത്തിൽ മഹാലക്ഷ്മി നിൽക്കുന്നതിന് തുല്യമാണ് വീട്ടിൽ മൈലാഞ്ചി നട്ടു വളർത്തുക, മൈലാഞ്ചി ചെടി നിൽക്കുക എന്ന് പറയുന്നത്. ഹൈന്ദവ സംസ്കാരത്തിൽ മൈലാഞ്ചി അണിയുന്ന ദിവസങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മലയാളികൾ അതങ്ങനെ ചെയ്യാറില്ലെങ്കിലും നമുക്ക് തെക്കേ ഇന്ത്യയിലോട്ടും വടക്കേ ഇന്ത്യയിലോട്ടും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. മഹാലക്ഷ്മി സങ്കല്പത്തിൽ മൈലാഞ്ചി അണിയും എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ മൈലാഞ്ചി ചെടി കൊണ്ടുവന്ന് വീടിൻ്റെ അതിരിന് വളർത്തണം. വീടിനോട് ചേർന്നല്ല, വീടിൻ്റെ അതിര് ഭാഗത്ത്. അതിര് ഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും വളർത്താൻ നല്ല സ്ഥലം എന്ന് പറയുന്നത് വീടിൻ്റെ വടക്കേ അതിര് അല്ലെങ്കിൽ വീടിൻ്റെ കിഴക്കേ അതിര്. വീടിൻ്റെ കിഴക്കേ അതിര്, അതിരെന്ന് പറയുന്നത് എന്താ, മതില് അല്ലെങ്കിൽ വേലി കെട്ടി തിരിച്ചിരിക്കുന്ന പറമ്പിൻ്റെ അതിര് ഭാഗമാണ്. ആ ഭാഗത്ത് എവിടെങ്കിലും ആയിട്ട്, ഒരുപാട് അതിരിനോട് കയറിയില്ലെങ്കിലും അതിരിൻ്റെ ആ ഭാഗത്ത് എവിടെങ്കിലും ആയിട്ട് നട്ടു വളർത്തുക. കിഴക്കേ അതിരിന് അല്ലെങ്കിൽ വടക്കേ അതിരിന് നട്ടു വളർത്തുക. ഗംഭീരമായിട്ടുള്ള ഫലം കിട്ടും. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ മൈലാഞ്ചി കൊണ്ടുവന്ന് നടുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഈ വൈശാഖ മാസത്തിൽ ചെയ്യാൻ വിട്ടുപോകാൻ പാടില്ലാത്ത കാര്യമാണ്. അടുത്തത്, ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെമ്പകമാണ്. ചെമ്പകം എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ പോലാണ്, എല്ലാ വീട്ടിലും വളർന്നു കിട്ടുന്ന ഒരു ചെടിയല്ല. അത് വളരണമെന്നുണ്ടെങ്കിൽ ഒരു യോഗം വേണം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നല്ല കാലത്താണ് ഒരു വീട്ടിൽ ഇത്തരത്തിൽ ചെമ്പകം പൂവിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ചെമ്പകം തളിർത്ത് പൂത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത്. ചെമ്പകം പൂത്താൽ ആ വീട് രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ആ വീട്ടിൽ അത് വളർന്ന് കിട്ടാനാണ് പ്രയാസം. ചെമ്പകം നിൽക്കുന്ന വീടുകൾ വെട്ടിക്കളയരുതെന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ സമൃദ്ധി പോകുമെന്നാണ് പറയുന്നത് വെട്ടിക്കളഞ്ഞാൽ. അപ്പം അത്തരത്തിൽ സൗഭാഗ്യം കൊണ്ടുവരുന്ന ചെടിയാണ് ചെമ്പകം എന്ന് പറയുന്നത്. ചെമ്പകം കൊണ്ടുവന്ന് വീടിൻ്റെ തെക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നട്ടു വളർത്തുക. സ്ഥാനമാണത്, തെക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് ഭാഗം എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് വളർത്തിയാൽ അത് പൂവിടുമ്പം ആ ഐശ്വര്യം വരും, ആ വീട് രക്ഷപ്പെടുമെന്നാണ് സങ്കല്പം എന്നുള്ളത്. അപ്പം ചെമ്പകമാണ് ഏഴാമത്തത്. എട്ടാമത്തേത് എന്ന് പറയുന്നത് മന്ദാരമാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് മന്ദാരം എന്ന് പറയുന്നത്. നമ്മൾ കേട്ടില്ലേ, ചെത്തി മന്ദാരം, തുളസി എന്നൊക്കെ എന്ന് പറയുന്ന കണക്ക് മന്ദാരപ്പൂവ് ഉള്ള ചെടി അല്ലെങ്കിൽ മന്ദാരച്ചെടി വീട്ടിൽ കൊണ്ടുവന്ന് നടുന്നതും ഈ ഒരു മാസത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. മന്ദാരം നടുമ്പം വീടിൻ്റെ കിഴക്ക് വശം, വീടിൻ്റെ മുൻഭാഗം വാതിലൊഴിച്ച്, അതായത് പ്രധാന വാതിലിന് നേരെ വരരുത്. കാര്യം ഈ മന്ദാരം തടിവൃക്ഷം ആവുന്നതാണ്. അത് പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ദോഷമായിട്ട് മാറും. ആദ്യം ചെടിയായിട്ട് നിന്നാലും പിന്നീട് അത് തടിവൃക്ഷമായിട്ട് വളർന്നു കഴിഞ്ഞാൽ വീടിൻ്റെ വാതിലിന് നേരെ തടിവൃക്ഷം വരുന്നത് ദോഷമായതുകൊണ്ട് വീടിൻ്റെ വാതിലൊഴിച്ച് ഇടത്ത് അല്ലെങ്കിൽ വലത് ഭാഗത്ത് വളർത്താം. അല്ലെങ്കിൽ വീടിൻ്റെ കിഴക്ക് ഭാഗം എവിടാണെന്ന് നോക്കി കിഴക്ക് ഭാഗത്തും വളർത്തുന്നത് ഗംഭീരമാണ്. അപ്പം ഇതാണ് എട്ടാമത്തേത് എന്ന് പറയുന്നത്. ഈ 8 എണ്ണത്തിനോടൊപ്പം ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞുതരാം, പറ്റുന്നവർ ചെയ്യണം കേട്ടോ. തുളസിക്കാട് നിർമ്മിക്കണം വീട്ടിൽ. എന്താണ് തുളസിക്കാട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ, കുറേ തുളസി തൈകൾ കൊണ്ടുവന്ന് വീട്ടിൽ നട്ടു വളർത്തുക. അത് കിണറിൻ്റെ അടുത്ത് വളർത്താമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കിണറിനോട് ചേർന്ന്, അപ്പം നിങ്ങൾക്ക് ജലം ഒഴിക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെ പറ്റും. ആ ഒരു തുളസിക്കാട് വീട്ടിൽ നിൽക്കുന്നത് പൊതുവേ കിണറിനോട് ചേർന്ന ഭാഗങ്ങളിൽ, വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ, വീടിൻ്റെ മുൻവശത്ത്, വീടിൻ്റെ വടക്ക് വശത്ത്, ഈ ഭാഗത്തൊക്കെ തുളസിക്കാട് വരുന്നത് ആ വീടിന് ഏറ്റവും ഐശ്വര്യമാണ്. ചില വീട്ടിൽ അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് വളർത്തണമെന്നില്ല, തനിയേ പൊട്ടിമുളച്ചുണ്ടാകും. അത് ആ ഈശ്വരാധീനമുള്ള മണ്ണിൻ്റെയാണ്.
നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ കാട് പോലെ തുളസി നിൽപ്പുണ്ടോ? നിങ്ങൾ വെച്ച് വളർത്തിയൊന്നുമല്ല, തന്നെ പൊട്ടിമുളച്ച് നിറയെ വളർന്നു നിൽക്കുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഏറ്റവും ഐശ്വര്യം കേട്ടോ. ആ വീട് ഈശ്വരാധീനമുള്ളവർ വസിക്കുന്ന, ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹമുള്ള വ്യക്തികൾ താമസിക്കുന്ന വീട്. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അറിയാൻ കഴിയുന്ന തന്നെ ഈശ്വരാധീനമാണ്, മഹാഭാഗ്യമാണ്. ഒരിക്കലും അത് പറിച്ചു കളയരുത്. ആ തുളസിക്കാട് വരിക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, ഈശ്വരാധീനമുള്ള മണ്ണാണ് എന്നുള്ളതാണ്. ഇനി തുളസിക്കാട് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു 10ഓ 15ഓ തുളസി തൈകൾ കൊണ്ടുവന്ന് വെച്ച് അത്തരത്തിൽ ഒരു തുളസിക്കാട് വീട്ടിൽ നിർമ്മിക്കാവുന്നതാണ്. വീടിൻ്റെ വടക്ക് ഭാഗത്ത്, വടക്ക് കിഴക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത്, അതും അല്ലെങ്കിൽ കിണറിനെ ചുറ്റി നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. ഏറ്റവും നന്നായി വരും എന്നുള്ളതാണ്. ഇതാണ് 8ൻ്റെ കൂടെ ഞാൻ ഒരെണ്ണവും കൂടെ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തന്നു 9ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യൂ, ഒരെണ്ണമെങ്കിലും ചെയ്യൂ. ഏറ്റവും കുറഞ്ഞത് എല്ലാം ചെയ്യാൻ പറ്റുന്നവരുണ്ടേ ചെയ്തോളൂ, ഏറ്റവും നല്ലതാണ്. പക്ഷെ ഞാൻ നിർബന്ധിക്കുന്നില്ല, ഒരെണ്ണമെങ്കിലും എല്ലാവരും ചെയ്യുക. അതിൻ്റെ ഉയർച്ച ഐശ്വര്യം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ആ വീടിന് ലഭിക്കുന്നതാണ്. നന്നായി വരട്ടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അമ്മേ ശരണം, ദേവീ ശരണം, മഹാലക്ഷ്മി ശരണം. നന്ദി, നമസ്കാരം.